ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ്നേഴ്സ് ടെക്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും പേടി സ്വപ്നമായിട്ടുള്ള ഗ്രാമറിനെ കുറിച്ചാണ്. ഗ്രാമർ ഇല്ലാതെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട്. ഗ്രാമർ എന്നത് ഇത്ര വലിയ സംഭവമാണോ എന്ന് നമുക്ക് ഇന്ന് തൊട്ട് ഗ്രാമറിൻ്റെ ബേസിക് പഠിച്ചു തുടങ്ങാം. കാരണം ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് തെറ്റില്ലാതെ സംസാരിക്കാൻ പറ്റില്ല എന്നതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചായിട്ട് ഗ്രാമറിനെ പഠിച്ചു തുടങ്ങാം. സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സെൻറ്റൻസിൽ നിന്നായിരിക്കാം നമുക്ക് തുടങ്ങുന്നത്. ഓക്കെ, സെൻറ്റൻസിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നതാണ് നമുക്ക് അറിയാവുന്ന കുറച്ച് വാക്കുകളൊക്കെ, ഫെമിലിയർ ആയിട്ടുള്ള കുറേ വാക്കുകളൊക്കെ നമുക്കറിയാം. പക്ഷെ നമുക്ക് അത് സെൻറ്റൻസ് ആയിട്ട് ഫോം ചെയ്യാൻ അറിയില്ല, അല്ലേ? പക്ഷെ ഗ്രാമർ അറിയാത്തത് കാരണമാണ് നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഒരുപാട് വാക്കുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അതുപയോഗിച്ച് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് അറിയാത്തത്. നമ്മളൊക്കെ വിചാരിക്കും കുറേ വാക്കുകൾ അങ്ങ് കാണാതെ പഠിച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് ശരിയാവുമെന്ന്. ഒരിക്കലുമില്ല. കാരണം അവയെ സെൻറ്റൻസ് ആയിട്ട് ഉപയോഗിക്കാൻ ആദ്യം നമ്മൾ പഠിക്കേണ്ടതാണ്, അല്ലേ? ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നീതു ജ്യൂസ് കുടിച്ചു. ഇത് മലയാളത്തിലൊരു സെൻറ്റൻസ് ആണ്. നീതു ജ്യൂസ് കുടിച്ചു എന്നത് മലയാളത്തിലൊരു ചെറിയ സെൻറ്റൻസ് ആണ്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് നീതു ജ്യൂസ് കുടിച്ചു എന്ന സെൻറ്റൻസ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക? നീതു ജ്യൂസ് കുടിച്ചു, അതിനെ അതുപോലെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് ശരിയാണോ? ഒരിക്കലുമല്ല. നീതു ജ്യൂസ് ഡ്രിങ്ക്സ്, അത് ഇംഗ്ലീഷിൽ കറക്റ്റായിട്ടുള്ള ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അല്ല. മലയാളത്തിൻ്റെ സ്ട്രക്ചറും ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചറും രണ്ടാണ്. രണ്ട് സെൻറ്റൻസിൻ്റെയും സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മലയാളത്തിൻ്റെ സ്ട്രക്ചറിൽ നിന്നും ഡിഫറെൻ്റ് ആണ് ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സെൻറ്റൻസ് ഫോം ചെയ്യുന്ന രീതി പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു കേട്ട മലയാള സെൻറ്റൻസിനെ പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ കേട്ട അതുപോലെ തന്നെ, മലയാളത്തിൽ കേട്ട ആ സെൻറ്റൻസിന് അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് തികച്ചും തെറ്റാണ്. മലയാളത്തിൻ്റെ സ്ട്രക്ചറേ അല്ല ഇംഗ്ലീഷിന് വരുന്നത്. അതിൽ നിന്നും ഡിഫിക്കൽട്ടി ആയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചർ, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെൻറ്റൻസ് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ, സെൻറ്റൻസ് കറക്റ്റായിട്ട് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ സെൻറ്റൻസ് കറക്റ്റായിട്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഈ 3 വാക്കുകൾ, ഈ 3 ഘട്ടങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സെൻറ്റൻസ് ഫുള്ളാവുകയുള്ളൂ. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പറഞ്ഞ സബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഒരു സെൻറ്റൻസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ മലയാളത്തിനെ നേരെ നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് കറക്റ്റായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് 3 വാക്കുകളാണ്. ഏതാണ്? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ആണ്. ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്നതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് ആദ്യം ആ ഫോം ചെയ്യുന്ന സെൻറ്റൻസിൻ്റെ ഫസ്റ്റത്തെ വാക്ക് ഏതാണ്? സബ്ജക്റ്റ് ആണ്. അതെന്താണെന്ന് നോക്കാം. എന്താണ് സബ്ജക്റ്റ്? ദ സബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ് ഈസ് ദ പേഴ്സൺ ഓർ തിങ് ദാറ്റ് പെർഫോംസ് ദ ആക്ഷൻ ഓഫ് ദി വെർബ്. ദ സബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ് ഈസ് ദ പേഴ്സൺ ഓർ തിങ് ദാറ്റ് പെർഫോംസ് ദ ആക്ഷൻ ഓഫ് ദി വെർബ്. ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് വെർബിൻ്റെ പ്രവർത്തനം നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തുവാണ്. ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രവർത്തനം നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തുവെ ആണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ പ്രവർത്തനം നടത്തുന്നത് വ്യക്തിയാവട്ടെ അല്ലെങ്കിൽ വസ്തു ആവട്ടെ, എന്തോ ആവട്ടെ, ആ പ്രവർത്തനം നടത്തുന്ന ആളാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. contains a noun or pronoun
ആസ് വെൽ ആസ് എനി മോഡിഫയർ. നൗണോ അല്ലെങ്കിൽ പ്രൊനൗണോ പോലെ ഏതെങ്കിലും ഒരു മോഡിഫയർ സബ്ജക്റ്റിൽ അടങ്ങിയിരിക്കും. നൗണോ പ്രൊനൗണോ പോലുള്ള ഏതെങ്കിലും ആയിട്ടുള്ള ഒരു മോഡിഫയർ ആയിരിക്കും ഈ സബ്ജക്റ്റിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രവർത്തനം നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രവർത്തനം നടത്തുന്ന വസ്തുവിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് നൗണോ പ്രോനൗണോ പോലുള്ള ഏതെങ്കിലും ഒരു മോഡിഫയർ അടങ്ങിയതായിരിക്കും ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സബ്ജക്റ്റ് എന്താണെന്ന് ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, നീതു ജ്യൂസ് കുടിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു സെൻറ്റൻസിൽ എടുക്കാം. ഈ സെൻറ്റൻസിൽ ആരാണ് പ്രവൃത്തി നടത്തുന്നത്? ആ പ്രവൃത്തി നടത്തുന്ന വ്യക്തി അല്ലെങ്കിൽ വസ്തു ഏതാണ് ആ ഒരു സെൻറ്റൻസിൽ? നീതു ജ്യൂസ് കുടിച്ചു എന്ന് പറഞ്ഞ സെൻറ്റൻസിൽ നീതുവാണ് സബ്ജക്റ്റ്. കാരണം ആ പ്രവൃത്തി ചെയ്യുന്നത് അവിടെ നീതുവാണ് അല്ലേ? അവിടെ പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? ആ സെൻറ്റൻസിൽ നീതുവാണ്. അപ്പോൾ അതിൽ സബ്ജക്റ്റ്, ആ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ആരാണ്? നീതുവാണ്. അവൾ പാട്ട് പാടുന്നു. അതിൽ പാട്ട് പാടുന്നു എന്ന പ്രവൃത്തി നടത്തുന്നത് ആരാണ്? അവളാണ്. അതിൽ അവളാണ് സബ്ജക്റ്റ്. ക്ലിയർ ആയോ? അത് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരാളാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ സെൻറ്റൻസിൽ പ്രവൃത്തി നടത്തുന്ന വസ്തുവോ അല്ലെങ്കിൽ വ്യക്തിയോ ആയിരിക്കാം. ഇതിൽ വസ്തു ആയാലും സബ്ജക്റ്റിൽ പെടും, അതുപോലെ വ്യക്തി ആയാലും സബ്ജക്റ്റിൽ പെടും. പ്രവൃത്തി നടത്തുന്ന ആളായിരിക്കണം. ക്ലിയർ ആയോ? ഇപ്പോൾ ഈ പേന കറുപ്പാണ്. ഒരു ഉദാഹരണമാണ് കേട്ടോ. ഈ പേന കറുപ്പാണ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? ആരാണ്? ഇതിൽ ആരെക്കുറിച്ചാണ് ഈ സെൻറ്റൻസ് പറയുന്നത്? ആ ഒരു സെൻറ്റൻസിൽ ആരെക്കുറിച്ചാണ് പറയണത്? എന്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? അതിനെയാണ് സബ്ജക്റ്റായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതിലാരാണ് സബ്ജക്റ്റ്? പേനയാണ് സബ്ജക്റ്റ്. അപ്പോൾ ക്ലിയർ ആയോ എന്താ സബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഒരു സെൻറ്റൻസിൽ പ്രവൃത്തി നടത്തുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ വസ്തുവിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സബ്ജക്റ്റ് എന്താ എന്നുള്ളത് ക്ലിയർ ആയിട്ടില്ലേ സെൻറ്റൻസിൽ? ദെൻ നെക്സ്റ്റ് വരുന്ന ഫോം ഏതാണ്? ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വരുന്ന ഫോം ഏതാണ്? വേർബ്. ഏതാണ്? വേർബ്. Verb is a word that describes an action, state of being or occurrence in a sentence. Verb is a word that describes an action, state of being or occurrence in a sentence. Verb എന്നത് ഒരു സെൻറ്റൻസിലെ പ്രവൃത്തിയെ, അവസ്ഥയെ വിവരിക്കുന്ന പദമാണ് verb. എന്താണ്? ഒരു സെൻറ്റൻസിലെ പ്രവൃത്തിയെ അല്ലെങ്കിൽ അവസ്ഥയെ സൂചിപ്പിക്കുന്നതിന് പറയുന്ന പേരാണ് verb എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നേരത്തെ പറഞ്ഞ സെയിം മലയാള സെൻറ്റൻസിന് ഇവിടെയും പറയുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. നീതു ജ്യൂസ് കുടിക്കുന്നു എന്ന് പറഞ്ഞ ആ സെൻറ്റൻസ് തന്നെ എടുക്കാം. നേരത്തെ പറഞ്ഞു പ്രവൃത്തി ചെയ്യുന്ന നീതുവാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു. ഇനി അവിടെ ബാക്കി ഏതൊക്കെയുണ്ട്? ജ്യൂസ് കുടിക്കുന്നു അല്ലേ? ഈ രണ്ട് വാക്കുകളാണ് ബാക്കിയുള്ളത്. ഇതിൽ കുടിക്കുന്നു എന്നതൊരു പ്രവൃത്തിയാണ് അല്ലേ? കുടിക്കുക എന്നത് ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഈ സെൻറ്റൻസിലെ കുടിക്കുന്നു എന്നതാണ് വേർബായിട്ട് വരുന്നത്. മനസ്സിലായോ? നീതു ജ്യൂസ് കുടിക്കുന്നു എന്നതിൽ നീതു ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ജ്യൂസാണോ? അല്ലല്ലോ. നീതു ചെയ്യുന്ന പ്രവൃത്തി ഏതാണ്? കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലുള്ള പ്രവൃത്തിയായത് കുടിക്കുന്നു എന്നുള്ള വാക്കാണ്. അപ്പോൾ മനസ്സിലായോ? നീതു ജ്യൂസ് കുടിക്കുന്നു എന്നതിലുള്ള വേർബ് ഏതാണ്? കുടിക്കുന്നു. അതുപോലെ തന്നെ സ്മൈൽ, റൺ, ജംപ്, ചിരിക്കുന്നു, ഓടുന്നു, ചാടുന്നു, ഇതെല്ലാം ഓരോ പ്രവൃത്തിക്കുള്ള ഉദാഹരണങ്ങളാണ്. അപ്പോൾ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? വേർബായിട്ട് കണക്കാക്കുന്നത്. ആ ഒരു സെൻറ്റൻസിലെ പ്രവൃത്തിയെ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിലെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാക്കിനെയാണ് നമ്മൾ വേർബായിട്ട് കണക്കാക്കുന്നത്. നീതു ജ്യൂസ് കുടിക്കുന്നു എന്നതിൽ കുടിക്കുന്നു എന്നുള്ളതാണ് വേർബ്. ക്ലിയർ ആയോ? അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ.
ദെൻ അപ്പം നമുക്ക് ഇനി പറയാനുള്ളത് സെൻറ്റൻസിൻ്റെ മൂന്നാമത്തെ ഫോമായിട്ടുള്ള ഒബ്ജക്റ്റിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 3 ഫോംസ് ആണ് ഉള്ളത് മെയിനായിട്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് സബ്ജക്റ്റ്, സെക്കൻഡ് വൺ ഈസ് വെർബ്, ദെൻ തേർഡ് വൺ ഈസ് ഒബ്ജക്റ്റ്. അപ്പം ഇനി നമുക്ക് നോക്കാം എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ളത്. ഓക്കെ, an object is something that can be seen, touched or held and is usually not a living thing. എന്താണ് പറയുന്നത്? കാണാനും സ്പർശിക്കാനും കഴിയുന്നതായിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. കാണാനും അതുപോലെ തൊടാനും കഴിയുന്ന ഒന്നിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്തിലാണ് അത് ചെയ്യുന്നത്? അത് ചെയ്യുമ്പോൾ എന്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് ആ സെൻറ്റൻസിൽ? അപ്പോൾ നമ്മളൊരു സെൻറ്റൻസിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് എന്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത്, എന്തിലാണത് ചെയ്യുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഒന്നുകൂടി ക്ലിയർ ആവാം. നമ്മൾ അതുവരെ പറഞ്ഞ ആ സെൻറ്റൻസിൻ്റെ ഒന്നുകൂടി പറയാം. നീതു ജ്യൂസ് കുടിക്കുന്നു. ഇതിൽ നമ്മൾ പറഞ്ഞു നീതു എന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. കുടിക്കുന്നു എന്നത് ഒരു പ്രവൃത്തി ആയതുകൊണ്ട് വേർബാണ്. പിന്നെ അവിടെ ബാക്കിയുള്ളത് ജ്യൂസ് ആണ്. അപ്പോൾ ജ്യൂസ് എന്താണ്? നീതു കുടിക്കുന്ന ഒരു സാധനമാണ് അല്ലേ? നീതു ചെയ്യുന്ന പ്രവൃത്തി എഫക്റ്റ് ചെയ്യുന്നത് ജ്യൂസിനെയാണ്. ക്ലിയർ ആയോ? നീതു ചെയ്യുന്ന പ്രവൃത്തി എഫക്റ്റ് ചെയ്യുന്നത് ജ്യൂസിനെയാണ്. അപ്പോൾ അതിൽ ആ സെൻറ്റൻസിൽ ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് വരുന്നത് എന്താണ്? ജ്യൂസ് ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ഏതാണ്? ജ്യൂസ് ആണ്. നീതു ചെയ്യുന്ന പ്രവൃത്തി ബാധിക്കുന്നത് ജ്യൂസിനായതുകൊണ്ട് നമ്മുടെ ഈ സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ജ്യൂസ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കാണാനും തൊടാനൊക്കെ പറ്റുന്നൊരു സാധനമാണ് അല്ലേ? നീതു കുടിക്കുന്നത് എന്താണ്? ജ്യൂസാണ്. അത് തൊട്ട് നോക്കാനും അതുപോലെ കാണാനൊക്കെ പറ്റുന്നൊരു സാധനമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കും. അത് മാത്രമല്ല ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യുമ്പോൾ എന്തിലാണ് അത് ബാധിക്കുന്നത് അതിനെ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയോ എന്താണ് ഒബ്ജക്റ്റ് എന്നത്? അപ്പം നമുക്ക് മറ്റൊരു എക്സാമ്പിളും കൂടിയും പറഞ്ഞു നോക്കാം. ഞാൻ അവനെ വിളിച്ചു. ഞാൻ അവനെ വിളിച്ചു അല്ലെങ്കിൽ ഞാൻ അവളെ വിളിച്ചു. ഇതിൽ അവനാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വസ്തുവാവാം അല്ലെങ്കിൽ വ്യക്തിയാവാം. നമ്മൾ ചെയ്യുന്നത് എന്തിലാണോ ബാധിക്കുന്നത് അതാണ് ഒബ്ജക്റ്റ്. അപ്പം ഞാൻ എന്ന് പറഞ്ഞത് ഇതിൽ സബ്ജക്റ്റാണ്. വിളിച്ചു എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്, വേർബാണ്. പക്ഷെ എന്തിനെയാണ് എഫക്റ്റ് ചെയ്തത്? ആ പ്രവൃത്തി എന്തിനെയാണ്? അവനെയാണ് അല്ലെങ്കിൽ അവളെയാണ്. അപ്പോൾ ഇതിലെ ഒബ്ജക്റ്റ് ഏതാണ്? അവളാണ് അല്ലെങ്കിൽ അവനാണ്. ഞാൻ അവളെ വിളിച്ചു, ഞാൻ അവനെ വിളിച്ചു. ഈ സബ്ജക്റ്റ് അല്ല എന്താണ് പ്രവൃത്തി ഇതിൽ ബാധിക്കുന്നത് എന്തിനെയാണ്? അവനെയാണ് അല്ലെങ്കിൽ അവളെയാണ്. അപ്പോൾ ഇതിലേതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? അവൻ എന്നതാണ്. ക്ലിയർ ആയോ? ഏതാണ് ഒബ്ജക്റ്റ് എന്നുള്ളത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഓക്കെ. ദെൻ നെക്സ്റ്റ്, ഹൗ ടു മേക്ക് എ ബേസിക് സെൻറ്റൻസ്. ഹൗ ടു മേക്ക് എ ബേസിക് സെൻറ്റൻസ്. എങ്ങനെയാണൊരു ബേസിക് സെൻറ്റൻസ് ഫോം ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ഫോംസ് തന്നെയാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത്. ഒരു സെൻറ്റൻസ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 വാക്കുകൾ നിർബന്ധമാണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് സബ്ജക്റ്റ്, സെക്കൻഡ് വൺ ഈസ് വേർബ്, ദെൻ തേർഡ് വൺ ഈസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ഇവ 3ഉം ഒരു സെൻറ്റൻസിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണമെന്ന്. എന്നാൽ സബ്ജക്റ്റും വേർബും മാത്രം വെച്ചുകൊണ്ട് ചെറിയൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സബ്ജക്റ്റും വേർബും വെച്ചുകൊണ്ട് ചെറിയ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കി, ഞാൻ അവനെ വിളിച്ചു എന്നതിൽ അവൻ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനെ കട്ട് ചെയ്തു. അപ്പോൾ എന്തായി? ഞാൻ വിളിച്ചു എന്ന് പറയുന്നത്, ഞാൻ വിളിച്ചു എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെറിയ സെൻറ്റൻസ് ആണ്. അതിൽ തെറ്റുകളൊന്നുമില്ല. പക്ഷെ അതൊരു കംപ്ലീറ്റ് ആയെന്ന പോലെ തോന്നില്ല നമുക്ക് അല്ലേ? അതിലെന്തോ ഒരു ഇൻകംപ്ലീഷൻ ഫീൽ ചെയ്യുന്നില്ലേ? ഞാൻ വിളിച്ചു, എന്തിനെ വിളിച്ചു, ആര് വിളിച്ചു എന്നൊന്നും പറയുന്നില്ല അല്ലേ? അങ്ങനെ ഒരു കംപ്ലീഷൻ കിട്ടില്ല അല്ലേ? എന്തുകൊണ്ടാണ്? ഒബ്ജക്റ്റ് അതിലില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അത് വെച്ചിട്ട് തെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ചെറിയ സെൻറ്റൻസ് ആയിട്ട് ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൽ തെറ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ
ഒരു എന്താണ് പറയുക, ഒരു അർത്ഥവത്തായിട്ടുള്ള കംപ്ലീറ്റ്ലി ഉള്ളൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം? ഒരു പൂർണ്ണത തോന്നിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? സബ്ജക്റ്റും വേണം, വേർബും വേണം, ഒബ്ജക്റ്റും വേണം. ഓക്കെ, അപ്പോൾ ഞാൻ അവനെ വിളിച്ചു. അതിലപ്പോൾ ആരെ വിളിച്ചു, എന്തിനെ വിളിച്ചു എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അല്ലേ? ഒബ്ജക്റ്റ് വന്നപ്പോൾ അതാണ് ഇപ്പോൾ പറഞ്ഞത്. സബ്ജക്റ്റും വെർബും ഉണ്ടെങ്കിൽ ഒരു ചെറിയ സെൻറ്റൻസ് ഉണ്ടാക്കാം, പക്ഷെ അതിലൊരു കറക്റ്റ് കംപ്ലീഷൻ കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. അതെന്ന് വെച്ചിട്ട് തെറ്റോ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഒബ്ജക്റ്റ് വന്നാൽ അതിന് അർത്ഥവത്തായിട്ടുള്ള ഒരു വാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ക്ലിയർ ആയോ? അപ്പം ആദ്യം സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. ആദ്യം ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ എന്താണോ പ്രവൃത്തി ചെയ്യുന്നത്, ആ പേരാണ് ആദ്യം സെൻറ്റൻസിൽ എഴുതുക. മനസ്സിലായോ? അപ്പം എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രവൃത്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്, ആ ഒരു കാര്യത്തെയാണ് നമ്മൾ ആദ്യം സെൻറ്റൻസിൻ്റെ എഴുതേണ്ടത്. അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. മീൻസ് അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. പിന്നീട് ആ ഒരു സബ്ജക്റ്റ് ചെയ്ത പ്രവൃത്തി എന്താണോ, ആ സബ്ജക്റ്റ് ചെയ്ത പ്രവൃത്തി എന്താണോ, അതാണ് രണ്ടാമതായിട്ട് എഴുതേണ്ടത്, വേർബായിട്ട് എഴുതേണ്ടത്. മൂന്നാമത് അതെന്തിലാണ് പ്രവൃത്തി ചെയ്യുന്നത്, എന്തിനെയാണ് ആ പ്രവൃത്തി ബാധിക്കുന്നത്, അതാണ് ഒബ്ജക്റ്റായിട്ട് നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ ആയോ? ആദ്യം സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് ചെയ്ത പ്രവൃത്തി അതെന്തിനെ ബേസ് ചെയ്ത്, എന്തിനെ ബാധിക്കുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്, എന്തിലാണ് ആ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് എന്ന രീതിക്ക് അത് ഒബ്ജക്റ്റായിട്ടും എഴുതാം. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വേർബ്, പിന്നെ ഒബ്ജക്റ്റ്. ഇപ്പോൾ നീതു ജ്യൂസ് കുടിക്കുന്നു, ഇതിൽ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? നീതു ആണ് അല്ലേ? അപ്പം നമ്മൾ ഇതിനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നീതുവിനെ എഴുതും. നീതുവാണ് സബ്ജക്റ്റ്. ഇതിൽ നീതു ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ആ ഒരു സെൻറ്റൻസിൽ നമ്മൾ രണ്ടാമത് എഴുതുന്നത് പ്രവൃത്തിയാണ് എന്ന് നമ്മൾ പറഞ്ഞു, വേർബാണ്. അപ്പോൾ ആ സെൻറ്റൻസിൽ നീതു ചെയ്യുന്ന പ്രവൃത്തി ഏതാണ്? കുടിക്കുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നീതു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് എഴുതുക? കുടിക്കുന്നു എന്നതിൻ്റെ വാക്കാണ്. ദെൻ പിന്നീട് നമുക്ക് ഒബ്ജക്റ്റിനെയാണ് എഴുതേണ്ടത്. അപ്പോൾ നീതു ചെയ്യുന്ന ആ പ്രവൃത്തി എന്തിനെയാണ് ബാധിക്കുന്നത്, എന്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, എന്തിലാണ് നീതു ആ ഒരു വാക്ക് ചെയ്യുന്നത്, ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത്? ജ്യൂസിലാണ് അല്ലേ? അപ്പോൾ ജ്യൂസ് എന്ന് പറയുന്നത് ഇവിടെ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. നീതു ജ്യൂസ് കുടിക്കുന്നു, മലയാളത്തിൻ്റെ സ്ട്രക്ചർ കേട്ടോ. അതിന് നമ്മൾ അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ എങ്ങനെയൊക്കെ വരാം? നീതു ജ്യൂസ് ഡ്രിങ്ക്സ് അല്ലേ? അപ്പോൾ അത് കറക്റ്റ് ആണോ? അല്ലല്ലോ. നമ്മൾ ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചർ എന്താണ്, മലയാളത്തിൻ്റെ സ്ട്രക്ചർ എന്താണ്? രണ്ടും ഡിഫറെൻ്റ് ആണ്. മലയാളത്തിൽ സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വേർബ്, പക്ഷേ ഇംഗ്ലീഷിലോട്ട് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. നീതു കുടിക്കുന്നു ജ്യൂസ് എന്നാണ് വരിക. നീതു കുടിക്കുന്നു ജ്യൂസ് എന്നാണ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരിക. നീതു ഡ്രിങ്ക്സ് ജ്യൂസ്. എന്താണ്? നീതു ഡ്രിങ്ക്സ് ജ്യൂസ്. നീതു കുടിക്കുന്നു എന്നാണ് വരിക. ഈ രണ്ട് സെൻറ്റൻസ് ശ്രദ്ധിക്കുക. മലയാള സ്ട്രക്ചറിൽ നിന്നും വ്യത്യസ്തമാണ് ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ജസ്റ്റ് എക്സാമ്പിൾ വേറെ നോക്കിയേ. എനിക്ക് കോഫി ഇഷ്ടമാണ്. എനിക്ക് കോഫി ഇഷ്ടമാണ്. അപ്പോൾ അത് നമ്മളെ ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചറാണ്. ഇതിൽ സബ്ജക്റ്റ് ആരാണ്? എനിക്ക് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഏത് എഴുതി? സബ്ജക്റ്റായ ഐ എഴുതി. ദെൻ കോഫി എന്നത് ഏതാണ്? പ്രവൃത്തിയാണോ, വേർബാണോ? അല്ല, ഇഷ്ടമാണ് എന്നതാണ് ഇവിടെ വേർബ്. അപ്പോൾ ലൈക്ക് എന്ന് രണ്ടാമത് എഴുതി വേർബായിട്ട്. ദെൻ മൂന്നാമത് നമ്മുടെ ഒബ്ജക്റ്റ് എന്താണ്? കോഫി. അപ്പോൾ ഐ ലൈക്ക് കോഫി. എനിക്ക് കോഫി ഇഷ്ടമാണ്. ഐ ലൈക്ക് കോഫി. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. വി പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണല്ലോ? 2-3 എക്സാമ്പിൾ കേട്ടപ്പോൾ ക്ലിയർ ആയില്ലേ? ഇപ്പം എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ? അപ്പം നമുക്ക് ഇതുപോലെ അറിയാവുന്ന വാക്കുകൾ കൊണ്ട് ചെറിയ ചെറിയ സെൻറ്റൻസ് ഒക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻറ്റൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്ര ഉള്ളൂ ഇപ്പോൾ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനെന്ന്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതൊരു ബിഗിനേഴ്സിനുള്ള സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ടുള്ള അറിവ് മാത്രമാണ്.
ഒരുപാട് പല രീതിയിലും സെൻറ്റൻസ് ഫോം ചെയ്യാനും കാര്യങ്ങളും അതിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇംഗ്ലീഷിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് പെട്ടെന്ന് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു വന്ന വഴിയാണ് ഇപ്പം ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ബിഗിനർക്ക് പഠിച്ചു തുടങ്ങാൻ എളുപ്പമുള്ള ആദ്യത്തെ രീതിയായിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു സെൻറ്റൻസ് ഫോമിനെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്താണ്, നമ്മളെ കയ്യിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഇതുപോലുള്ള ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുക. ദെൻ പിന്നീട് അപ്പോൾ നമ്മൾ തന്നെ കുറേ ഇംഗ്ലീഷ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒരു ബേസിക് ആയിട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു. ഈസി ടിപ്സ് ഓഫ് ബിഗിനർ എന്ന പോലെ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗ്രാമർ പാർട്ടിൻ്റെ ബാക്കി വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.